തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ വ്യക്തികളോ പ്രായത്തിൽ കുറഞ്ഞവർ വരിക എന്നുള്ളത് മാത്രമല്ല, ഈ പാർട്ടിക്ക് ഒരു പുതിയ ശൈലി. ശരി, ശ്രീ മാത്യു കുഴൽനാടൻ, ഞാൻ ഇടപെടുകയാണ്. KPCC വക്താവ് കൂടിയായ ശ്രീ ജോസഫ് വാഴക്കനും ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, MM ഹസൻ ഇന്ന് നടത്തിയ അഭിപ്രായ പ്രകടനത്തെയും ശ്രീ ഉമ്മൻചാണ്ടി നിസ്സഹകരിക്കാതെ നടക്കുന്നതിനെയും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നിസ്സഹകരിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. ഹൈക്കമാൻഡിന്റെ മുൻപിൽ അത്തരം കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഈ സംഭവിച്ച അല്ലെങ്കിൽ പുതിയ DCC പ്രസിഡന്റ്മാരുടെ നിയമനം എന്ന് പറയുന്നത് ഒരു അപ്രതീക്ഷിതമായി നടന്നൊരു കാര്യമല്ല. ഏതാണ്ട് AICC ഹൈക്കമാൻഡ് നേരത്തെ തീരുമാനിച്ച ഒരു മാനദണ്ഡ പ്രകാരം ഉള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. പുതിയ ഫേസ് വരണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ്. താരതമ്യേന ചെറുപ്പം എന്ന് തോന്നാമെങ്കിൽ പോലും പഴയ കാലത്തും അതൊക്കെ ശരിയാണ്. പക്ഷേ ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞതുപോലെ ഇത് ഉൾക്കൊള്ളുവാൻ മുതിർന്ന നേതാക്കൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നാണ്. ഈ പുനഃസംഘടനയ്ക്ക് ശേഷവും പറയുന്നത് ഒരു ഗ്രൂപ്പിന് അപ്രമാദിത്വം കിട്ടി എന്ന് തന്നെയാണ്. അല്ല, അങ്ങനെ ഉൾക്കൊള്ളുന്ന കാര്യത്തിലൊന്നും അങ്ങനെ തടസ്സം ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇതേ കാറ്റഗറിയിലുള്ള ചില ആളുകളെ ഒരുപക്ഷെ അവരുടെ പേരുകൾ വന്നില്ല എന്നുള്ളതിനെ കുറിച്ച് വല്ല ഒരു അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടായെന്നിരിക്കാം. പക്ഷെ അതൊന്നും ഒരു വലിയ ഗൗരവമുള്ളൊരു പ്രശ്നമായി വളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനും അതിന്റെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അതിനും അതിൻ്റെതായ ന്യായീകരണമുണ്ട്. അവരൊരു നോംസ് വെച്ചാണ് അവർ ചില കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനകത്ത് അവരൊരു ഗ്രൂപ്പ് പരിഗണന മാത്രമൊന്നുമല്ല അക്കാര്യത്തിൽ നോക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടാകാം. അത് ശ്രീ ഹസൻ അത് അല്പം ഒന്ന് ഓപ്പണായി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ അവർ പറയും, അവരതിന്റെ മറുപടിയും പറയും. അതോടുകൂടി ആ പ്രശ്നങ്ങൾ അവസാനിക്കുകയും പാർട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പിന് ഗ്രൂപ്പിന് മേധാവിത്വം കിട്ടിയത് കൊണ്ടാണല്ലോ താങ്കൾ ഈ രീതിയിൽ സംസാരിക്കുന്നത്. കാരണം ഗ്രൂപ്പിന് അങ്ങനെ ഒരു പരാതിയില്ല. പക്ഷേ അടി കിട്ടിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്കും ഗ്രൂപ്പിനുമാണ്. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ തീരുമാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടിപ്പിച്ചു രണ്ടു ഒരേ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഒരു അങ്ങനെ പറഞ്ഞാല്. പക്ഷെ അവിടെ ഒന്നും ആരും സംസാരിച്ചിട്ടില്ല. കാരണം അത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. അപ്പൊ അവര് അതിന് ചില മാനദണ്ഡങ്ങൾ ഏറ്റവും യോഗ്യരായ രണ്ടുപേരെ തീരുമാനിച്ചു. അതിനകത്ത് വേറെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സമിതിയിലൊക്കെ ആണെങ്കിൽ മിക്കവാറും ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ ഇവിടെ നിന്നും പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും വരാറുള്ളത്. ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അതിന്റെ പേരിലൊന്നും ഒരാളും ആക്ഷേപം പറഞ്ഞിട്ടില്ല. കാരണം അത് ഒരു പുതിയ മാനദണ്ഡത്തിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അത് രണ്ടും യോഗ്യരായ ആളുകൾ, യോഗ്യതയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ എതിർപ്പ് പറയേണ്ട കാര്യമില്ല. അക്സെപ്റ്റൻസ് ഉണ്ടാകണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പുതിയ ഫേസുകൾ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ആളുകളുടെ ഒക്കെ ഒരു പ്രത്യേകത, എല്ലാവരും പ്രാദേശിക രാഷ്ട്രീയത്തിലുള്ളവരാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്ന യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള നേതാക്കന്മാർ. താങ്കൾ പറഞ്ഞ ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന കാര്യം. പക്ഷേ ഇങ്ങനെ സ്വീകരിക്കുവാൻ ശ്രീ ഉമ്മൻചാണ്ടി തയ്യാറായിട്ടില്ല. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് ഇന്നലെ ചുമതലയേറ്റുമല്ലോ. ഉമ്മൻചാണ്ടി അങ്ങോട്ട് വന്നതേയില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. താങ്കൾ പറയുമായിരിക്കും എല്ലാ ചടങ്ങിലേക്കും വരുവാൻ പറ്റുമോ എന്ന്. പക്ഷേ വന്നില്ല. ഇത് എല്ലാവരും കാണുന്നതാണ്. അല്ല, ഈ DCC പ്രസിഡന്റുമാരുടെ ചുമതല ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ പരിപാടിയൊന്നുമല്ല പാർട്ടിക്കകത്ത്. അത് ഓരോരുത്തരും അവരുടെ ചുമതല DCC പ്രസിഡന്റ് പഴയ ആൾ മാറും. ശരി, എന്തുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതി അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കൊണ്ട് മാറ്റിവെക്കേണ്ടി വന്നു? അദ്ദേഹത്തിന് എന്ത് അസൗകര്യമായിരുന്നു അതിനുണ്ടായിരുന്നത്? അത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയല്ലേ. രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെച്ചു. ഉമ്മൻചാണ്ടി പങ്കെടുക്കില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് നടക്കേണ്ടതായിരുന്നില്ലേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? അല്ല, ഉണ്ണിത്താനല്ല, വാഴക്കനാണ്. വാഴക്കൻ പറഞ്ഞോളൂ. ഞാൻ ഉണ്ണിത്താനോടാണ് ചോദിച്ചത്. ആണോ? അല്ലല്ല, ഞാനത് അങ്ങനെ മനഃപൂർവ്വമായിട്ട് ഉമ്മൻചാണ്ടിക്ക് മറ്റെന്തെങ്കിലും അസൗകര്യം ഉണ്ടായതാവാം. അതൊന്നും അങ്ങനെ അനിശ്ചിതമായി മാറ്റിക്കൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ എന്തെങ്കിലും അസൗകര്യം. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ജോസഫ് വാഴക്കൻ ഉമ്മൻചാണ്ടിക്ക് ഇനി ഹൈക്കമാൻഡ് പരിപാടിയാണെങ്കിലും KPCC സംഘടിപ്പിക്കുന്ന പരിപാടിയാണെങ്കിലും ഒക്കെ അസൗകര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അദ്ദേഹം പരസ്യമായ ഒരു വിഴുപ്പലക്കലിന് ഉണ്ടാവുകയില്ല. പരസ്യമായ അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തുകയില്ല. ശ്രീ ജേക്കബ് ജോർജ് അങ്ങനെയായിരിക്കില്ല? അതെ, തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു പരസ്യമായിട്ട് പോരടിക്കുന്നയാളല്ല. പക്ഷേ അതിനകത്ത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ആന്റണി പക്ഷം ഒരു പണ്ട് മുതലേ വേരുറപ്പിച്ച ശക്തമായ വേരുകളുള്ള ഒരു പക്ഷമാണ്, ഒരു ശക്തമായൊരു ഗ്രൂപ്പാണ് കോൺഗ്രസ്സിലെ.
അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ് ആന്റണി പക്ഷം. അത് ആദ്യം കരുണാകരനുമായിട്ട് ശത്രുതയിലായിരുന്നു. ഇപ്പോൾ വി എം സുധീരൻ വന്നതിന് ശേഷം ശക്തമായിട്ട് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോടുകൂടി വി എം സുധീരൻ വന്നപ്പോഴേക്ക് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പോർമുഖം തുറക്കുകയായിരുന്നു. അത് രണ്ടുപേരെയും വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും കോൺഗ്രസിനകത്ത് ഒരു രണ്ട് ശക്തി കേന്ദ്രങ്ങളുടെ പറ്റി നിലയുറപ്പിച്ചു. ഒരു വശത്ത് KPCC അധ്യക്ഷൻ, മറുവശത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഓർക്കണം, ഇതിന് സമാനമായി നടന്നിട്ടുള്ള പണ്ടത്തെ ഗ്രൂപ്പ് യുദ്ധം എന്ന് പറയുന്നത് KPCC അധ്യക്ഷനായിരുന്ന AK ആന്റണിയും മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനും കൂടിയാണ്. അതിന് തുടർച്ചയായിട്ട് എന്ന വണ്ണം ഇടയ്ക്ക് പല മാറ്റങ്ങളും ഉണ്ടായി. ആന്റണിക്ക് പൂർണ്ണ പിന്തുണയുമായിട്ട് K മുരളീധരൻ KPCC അധ്യക്ഷനായപ്പോൾ വന്നു. പക്ഷേ തികച്ചും രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിക്ക് പൂർണ്ണമായി പിന്തുണ കൊടുത്തു. പക്ഷേ ഇവിടെ അങ്ങനെ നിരുപാധികമായിട്ട് പിന്തുണ കൊടുക്കാൻ വി എം സുധീരൻ തയ്യാറായില്ല. അതിന് ശേഷം ഇങ്ങോട്ട് ഹൈക്കമാൻഡുമായിട്ട് നല്ല ബന്ധത്തിൽ ഒരിക്കലും ഉമ്മൻചാണ്ടി പോയിട്ടുമില്ല. ഡൽഹിയിൽ പോയി തങ്ങുക, ഹൈക്കമാൻഡുമായിട്ട് ബന്ധപ്പെടുക, അവരുടെ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുക, അതൊന്നും ഉമ്മൻചാണ്ടി കിട്ടുകയില്ല. അദ്ദേഹം പുതുപ്പള്ളി, കേരളം, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, വയനാടൊക്കെ ചുറ്റിപ്പറ്റി നടന്ന് ഇവിടുത്തെ ജനങ്ങളുടെ രാഷ്ട്രീയത്തിൽ അഭിനമിക്കുന്നയാളാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ശക്തികേന്ദ്രത്തെ തകർക്കുക അല്ലെങ്കിൽ ഒന്ന് ചെറുതാക്കുക എന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെ കൂടി ആവശ്യമായിരുന്നു. അതാണ് ഇപ്പം നോക്കിയോ, ഞാൻ ദേശീയ തലത്തിൽ നോക്കിയേ, സംസ്ഥാനത്ത് തലയെടുപ്പുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരനുണ്ടോ? ഒരൊറ്റ കോൺഗ്രസ് നേതാവുണ്ടോ ഏതെങ്കിലും സംസ്ഥാനത്ത്? അത് വളരെ കൃത്യമായി കണിശമായിട്ട് പല പല നടപടികളിലൂടെ സംസ്ഥാനത്ത് തല ഉയർന്നു വരുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെയും തകർത്ത് കളഞ്ഞു. അതേപോലെ ഉമ്മൻചാണ്ടിയെയും ചെറുതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. അതാണ് ഉമ്മൻചാണ്ടി ഈ നിലപാടിൽ കാണുന്നത്. അല്ലാതെ ഈ ചെറുപ്പക്കാർ വന്നതുകൊണ്ടുള്ള പ്രതിഷേധമല്ല. ഇതിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യക്തമായൊരു നീക്കമുണ്ട് എന്ന് അദ്ദേഹം കാണുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, വ്യക്തമായ നീക്കം നടക്കുന്നുവെന്ന തിരിച്ചറിവിലൂടെ ഉമ്മൻചാണ്ടി പൊരുതാൻ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. മഞ്ജുഷേ, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിനെ ചെറുതാക്കാനോ അദ്ദേഹത്തെ നശിപ്പിക്കാനോ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യമാണ്. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ശ്രീ ഉമ്മൻചാണ്ടിയെപ്പോലെ രാഷ്ട്രീയ ബോധമുള്ള ഒരു നേതാവ് ഒരിക്കലും ഹൈക്കമാൻഡിനെതിരെ ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറാവുകയില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും അത്യുന്നതകളിൽ നിൽക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡിനെതിരെ എത്ര ഉന്നതനായ നേതാവ് പോരാട്ടം നടത്തിയാലും ആ നേതാവിന് ഈ പാർട്ടിക്കകത്ത് നിലനിൽക്കാനാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ശ്രീ K കരുണാകരൻ തന്നെയാണ്. ശ്രീ K കരുണാകരനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ അണികളുടെ പിന്തുണയുള്ള നേതാവ് ഉണ്ടായിട്ടുണ്ടോ? ഇനി ഉണ്ടാവുകയുമില്ല. അപ്പം കരുണാകരൻ ആദ്യമായി ഹൈക്കമാൻഡിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചെറിയ ചെറിയ റിവോൾട്ടുകൾ നടത്തി അവസാനം പരസ്യമായി ഹൈക്കമാൻഡിനെതിരെ തുറന്ന പോരാട്ടത്തിന് വരികയും അതിൻ്റെ അനന്തരഫലം എന്താ വന്നത്? അനന്തരഫലം അദ്ദേഹത്തിനൊരു പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടി വന്നു, DIC. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് NCPയിൽ പോകേണ്ടി വന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒരു ചങ്ങാത്തം ഉണ്ടാക്കേണ്ടി വന്നു. ആജീവനാന്തം മാർക്സിസ്റ്റ് പാർട്ടിയെ മുഖ്യശത്രുവായി കണ്ടിരുന്ന കരുണാകരന് അവരുമായി ഒരു റാപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ അവസാനം ഗതികെട്ട് തിരിച്ച് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ കരുണാകരൻ പ്ലസ് കോൺഗ്രസ് ഈസ് സംതിങ്, കരുണാകരൻ മൈനസ് കോൺഗ്രസ് ഈസ് നത്തിങ്. അത് കരുണാകരന് മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല നേതാക്കന്മാർക്കും അത് ബാധകമാണ്. അതുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ വിവരമുള്ളൊരു നേതാവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെതിരെ ഒരു പോരാട്ടത്തിലില്ല. പിന്നെ ഇവിടെ MMSന്റെ കാര്യം പറഞ്ഞു. ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഇവിടെ ഉണ്ടെങ്കിൽ ചില ആളുകൾക്കൊക്കെ അതുകൊണ്ട് വളരെ ഗുണമാണ്. KPCC ഓഫീസിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെതിരെ ഒരു വൈസ് പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തണമെങ്കിൽ അദ്ദേഹം എന്തൊക്കെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി പാർട്ടിക്ക് അതീതമായ ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടെന്നുള്ള ഒരു തോന്നൽ, ഒരു ഹുങ്കായിരിക്കാം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെതിരെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാന മന്ദിരമായ KPCC ഓഫീസിൽ വെച്ച് പത്രസമ്മേളനം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ, നേരെ മറിച്ച് ഈ പാർട്ടിക്കകത്ത് ഗ്രൂപ്പില്ലെങ്കിൽ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയാൽ 4-ന്റെ അന്ന് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ പാർട്ടിക്ക് അതീതമായ എന്തോ ചില ശക്തികളുടെ പിൻബലം തനിക്കുണ്ടെന്നുള്ളൊരു ധാരണ. പാർട്ടിക്ക് അതീതമായ ശക്തിയുടെ പിൻബലം എന്നല്ല, പാർട്ടിയിലെ തന്നെ പ്രബലമായ A ഗ്രൂപ്പിന്റെ പിന്തുണ അതുണ്ട് എന്ന ബലത്തിൽ തന്നെയല്ലേ ശ്രീ MM ഹസൻ ഇങ്ങനെ ഒരു അഭിപ്രായം? അതുകൊണ്ടാണല്ലോ മഞ്ജുഷേ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഞങ്ങളെയൊക്കെ ഡൽഹിയിൽ വിളിപ്പിച്ചു. ഞങ്ങളോട് രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണെന്നറിയാമോ? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർക്കും അണികൾക്കും ഇപ്പം കോൺഗ്രസ് പാർട്ടിയോടല്ല കൂറും വിധേയത്വവും പ്രതിബദ്ധതയും
ഗ്രൂപ്പിനോടാണ്. അത് മാറണം, അതിനെ അനുവദിക്കില്ല എന്ന് പറയാനാണ് വിളിച്ചത്. കേരളത്തിലെ പരാജയത്തിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ആ പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല വിളിപ്പിച്ചത്. പരാജയത്തിൽ വീണ ഈ കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ കരകയറ്റാം, അതിന് നിങ്ങളുടെ നിർദ്ദേശം അറിയാൻ. അതിലാദ്യമായി ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാം, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കൂറും വിധേയത്വവും പ്രതിബദ്ധതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടാകണം. അങ്ങനെ ആക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ ഈ 14 ജില്ലാ കോൺഗ്രസുമായി ഒറ്റ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഗ്രൂപ്പിന് അതീതമായി പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഗ്രൂപ്പ് ഒരു ജില്ലയിൽ 3 പേരുടെ പേര് കൊടുത്തു. നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞാണല്ലോ കൊടുക്കുന്നത്. നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞൊരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ 3 ആയിരിക്കും ഏറ്റവും വലിയ യോഗ്യൻ. പക്ഷേ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവൻ നമ്പർ 1 ആയിരിക്കും. ഇവിടെ എന്താ സെലക്ട് ചെയ്തിരിക്കുന്നത്? 3 പേരുടെ പേര് കൊടുത്താൽ ആ 3-ൽ മൂന്നാമനാണ് ഏറ്റവും യോഗ്യമെങ്കിൽ മൂന്നാമനാണ് വന്നത്. ഗ്രൂപ്പ് ഒന്നാമന് ഉറപ്പ് കൊടുത്തു, താൻ തന്നെയാണ് അവിടെ DC പ്രസിഡന്റ് ആകാൻ പോകുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് ഈ 3 പേരിൽ ഏറ്റവും യോഗ്യൻ മൂന്നാമനാന്ന് കണ്ടു. മൂന്നാമൻ ഒരിക്കലും വരില്ലെന്നുള്ളതാണ് ഗ്രൂപ്പിന്റെ പ്രതീക്ഷ. എ ഗ്രൂപ്പിന്റെ പരാതി അങ്ങനെയല്ലല്ലോ. ഇങ്ങനെ കൊടുത്തതിൽ പിന്തള്ളപ്പെട്ടു പോയത് എ ഗ്രൂപ്പുകാരാണ് എന്നാണ്. ഐ ഗ്രൂപ്പിന് 8 ജില്ലകൾ പിടിച്ചടക്കുവാൻ കഴിഞ്ഞു. അത് മഞ്ജുഷേ, ഇതിനകത്ത് പിടിച്ചടക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ഞാൻ പറയാം. 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ ചാർജ് എടുക്കുകയാണ്. നാളെ ഇപ്പോൾ തിങ്കളാഴ്ച കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോഷി ചാർജ് എടുക്കുന്നു. ബാക്കി ഏതാണ്ട് കുറേ ജില്ലാ പ്രസിഡന്റുമാരൊക്കെ ചാർജ് എടുത്തു. ഞാൻ പറയാം, ഇപ്പോൾ 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരനാണ്. അദ്ദേഹത്തിന് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കണം. സ്വാഭാവികമായി പാർട്ടി പ്രസിഡന്റുമായി യോജിച്ച് പാർട്ടി പ്രസിഡന്റുമായി ഇപ്പോൾ ഒരു ക്യാബിനറ്റ് രൂപീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുമായി സഹകരിക്കുന്ന ആളുകളെ അദ്ദേഹം മന്ത്രിയാക്കുന്നത്. അപ്പോൾ പാർട്ടി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റുമായി പൊരുത്തപ്പെട്ട് പ്രസിഡന്റ് പരിപാടികൾ വിജയിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസിന്. VM സുധീരന്റെ താല്പര്യമാണ് അവിടെ പ്രകടമായത്. VM സുധീരൻ ഒരു വ്യക്തിയല്ലല്ലോ, അദ്ദേഹം ഈ പാർട്ടിയുടെ പ്രസിഡന്റാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കസേരയിൽ ആരിയ്ക്കുന്നു അവരുടെ താല്പര്യത്തിനനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നീങ്ങണം. അതിന് യാതൊരു തർക്കമില്ല. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ പദവി ഇരിക്കുന്ന ശ്രീ VM സുധീരനാണ്. ആ VM സുധീരൻ ഈ അടുത്ത കാലത്തും ആ കസേരയിൽ നിന്ന് മാറാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഹൈക്കമാൻഡ് പല ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം ഇവിടെ പറയാം. ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നു. കഴിഞ്ഞ 9 വർഷക്കാലം എന്തുകൊണ്ടാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കാതിരുന്നത്? കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമായി തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റൂ? VM സുധീരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമാണ് സംഘടനാ തെരഞ്ഞെടുപ്പിനെ പറ്റി ബോധ്യമായത്. അതായത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നാൽ VM സുധീരനെ മാറ്റുവാൻ സാധിക്കുമെന്ന് ഈ ഐ ഗ്രൂപ്പുകൾക്ക് അറിയാം. ശ്രീ ജോസഫ് വാഴകൻ, ഇപ്പോഴും ഐ ഗ്രൂപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം എന്ന നിലപാടിൽ തന്നെയല്ലേ? അല്ല, ഈ ഉണ്ണിത്താൻ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് 9 വർഷമായിട്ട് നടന്നിട്ടില്ല എന്ന് അങ്ങനെയാ പറഞ്ഞത്. സംഘടനാ തെരഞ്ഞെടുപ്പ് 4-5 വർഷം മുമ്പ്, 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. പക്ഷെ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ യുദ്ധമൊന്നും നടന്നിട്ടില്ല. പക്ഷേ ബൂത്ത് മുതൽ വന്ന് അതിന്റെ KPCC മെമ്പർമാരെ തീരുമാനിച്ചു. KPCC ജനറൽ ബോഡി കൂടി സോണിയാഗാന്ധി അതിൽ തീരുമാനിച്ചു. KPCC മെമ്പർമാരെ ആര് തീരുമാനിച്ചു? അവിടെ ഇലക്ഷൻ വെച്ചിരുന്ന തീരുമാനിച്ചു. എവിടെ, ഏത് ബൂത്തിൽ റിട്ടേണിംഗ് ഓഫീസർ വെച്ചു? ഏത് ബൂത്തിൽ ഇലക്ഷൻ നടന്നു? ഏത് മണ്ഡലത്തിൽ ഇലക്ഷൻ നടന്നു? ഏത് ബ്ലോക്കിൽ നടന്നു? ഏതായാലും ഡൽഹിയിൽ നിന്ന് വന്ന 1992 കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം പിന്നെ ഇതുവരെ നടന്നിട്ടില്ല. നടന്നതൊക്കെ സമവായമാണ്. വേണമെങ്കിൽ അത് ഉണ്ണിത്താൻ ഈ പ്രസ്ഥാനത്തെ അപമാനിക്കുകയാണ്. എന്താണ് കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ പരസ്യമായി അപമാനിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. 92-ലാണ് അവസാനമായി കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത്. അല്ലെന്ന് പറയട്ടെ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഒരാൾ പറയട്ടെ 92-ന് ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെന്ന് പറയട്ടെ. അതിനുശേഷം 2 തവണയും രമേശ് ചെന്നിത്തല പ്രസിഡന്റ് ആകുന്ന സമയത്തും അതിനുശേഷവും ഇവിടെ നിന്നും KPCC മെമ്പർമാരുടെ യോഗം ചേർന്ന് കോമൺ ആയി റെസൊല്യൂഷൻ പാസാക്കി സോണിയാഗാന്ധിക്ക് അതിനുള്ള അവകാശം കൊടുത്ത് സോണിയാഗാന്ധി